ഇപ്പോൾ നിങ്ങൾ കേട്ടാണ് ഇതിൻ്റെ CNG മോഡലുള്ള എക്സോസ്റ്റ് നോട്ട്. ഇനി നമുക്ക് ഇതിനെ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ നമ്മൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്തു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വേൾഡ്സ് ഫസ്റ്റ് CNG ബൈക്ക് ഫ്രം ബജാജ്, ദ ഫ്രീഡം 125 NG04 എന്ന് പറയുന്ന വാഹനം. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ള വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ. അപ്പം CNG കാറുകൾ, ഓട്ടോറിക്ഷകളും ബസ്, ട്രക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ സൈക്കിളിൽ നമുക്ക് CNG ടെക്നോളജി വരുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് ഇത് ബജാജ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം ആൻഡ് ലെറ്റ് സീ വാട്ട് ബജാജ് പാക്സ് ഓൺ ദിസ് ഓൾ ന്യൂ ഫ്രീഡം 125. സോ ഡിസൈനിന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു കൺവെൻഷണൽ കമ്മ്യൂട്ടർ ബൈക്ക് ഡിസൈനിൽ നിന്ന് മാറി കുറേ കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് ബജാജ് പോയിരിക്കുന്നത്. അത് നല്ല രീതിക്ക് ഒരു വാഹനത്തിൻ്റെ ഡിസൈനിൽ പ്രകടം കൂടിയാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 4 കവേഴ്സ് കണ്ടില്ലേ, അതിൽ ഫ്രീഡത്തിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോർമൽ ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് ആണെങ്കിൽ കൂടിയും അതിനെ കുറച്ചും കൂടെ മസ്കുലറായിട്ട് തോന്നാനായിട്ട് ഇവിടുത്തെ ഈ ഒരു കവറിങ് ഏരിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹെഡ് ലാമ്പിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് കാണാൻ സാധിക്കും. ഇത് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഓവറോൾ കണ്ടില്ലേ, ഈ കാണുന്ന പൈപ്പിംഗ് ഡിസൈനുമായിട്ട് നല്ല രീതിക്ക് മാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 17 ഇഞ്ചിൻ്റെ അലോയ് വീലാണ്. അതിൽ 90/80 സെക്ഷൻ ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ പാറ്റേൺ അല്ലെങ്കിൽ ബ്ലോക്ക് പാറ്റേൺ ടയറാണ് വന്നിരിക്കുന്നത്. 260 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത്, അതും 2 പോർട്ട് ആക്ച്വൽ കാലിപ്പറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 130 mm ഡ്രമ്മും അതേപോലെ തന്നെ 120 mm റിയർ ടയറുമാണ് വന്നിരിക്കുന്നത്. അത് 16 ഇഞ്ച് അലോയ് വീൽസിലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്ക്വയർ ട്യൂബ് സിംഗാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഷോർട്ട് ആൻഡ് സ്പോർട്ടി എക്സോസ്റ്റ് ഡിസൈൻ വരുന്നുണ്ട്. അതിനൊരു കവറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 170 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് കമ്പ്യൂട്ടർ ബൈക്സുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ പോർഷനിൽ ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് സിൽവർ കളറിൽ. അത് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈനുമായിട്ട് നല്ല രീതിക്ക് മാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു അലുമിനിയം പ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനിങ്ങിലും അതൊരു ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും. സൈഡിലത്തെ ആ ക്ലാഡിങ്സ് ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ആണ്. അതേപോലെ സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, കിക്കർ വരുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് ഹോൾഡർ നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതേപോലെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഹസാർഡ് ഫംഗ്ഷനില്ല എങ്കിൽ കൂടിയും കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഒരു ഹാലോജൻ ഇൻഡിക്കേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ ബജാജ് കൊടുത്തിരിക്കുന്നത്. റിയർ വ്യൂ മിറേഴ്സ് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നതാണ്. നമുക്ക് റോഡിൽ ഓടിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വിസിബിലിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത്. ഇതാണ് വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാർ നടുക്കും കൂടെ ഒരു ബാർ പോയിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ എന്തായാലും പിള്ളേരെ ഇരുത്തുമെന്നറിയാം, അവർക്ക് സേഫായിട്ട് പിടിച്ചിരിക്കാനായിട്ട് ഈ ഒരു ഹാൻഡിൽ ബാർ സഹായിക്കുന്നതാണ്. സ്വിച്ച് ഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ സ്റ്റാർട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ഗ്രിപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട്. പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാർ ആൻഡ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീം ലോ ബീം ഫംഗ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ CNG ടു പെട്രോൾ ആൻഡ് പെട്രോൾ ടു CNG സ്വിച്ച് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു കോളിൻ്റെ പടമുള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡും റിജക്റ്റും ചെയ്യാനായിട്ടുള്ള ബട്ടണാണ്. താഴെയായിട്ട് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സ് LCD ഡിസ്പ്ലേ ആണ്. അതായത് ബാക്ക് ഡ്രോപ്പിൽ വൈറ്റ് ലെറ്ററിങ്ങിൽ വരുന്നത്. ഏതൊരു ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് കുറച്ചും കൂടെ നല്ല വിസിബിളായിട്ടുള്ള ഒരു സിസ്റ്റമാണത്. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ CNG മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്. സോ ഫുൾ ടു empty ഇവിടെ കാണിച്ചു തരും. CNG എന്നുള്ളത് ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് CNG എന്ന് കാണിച്ചു തരും. അപ്പോൾ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്രോളിൻ്റെ ബാഡ്ജും വരുന്നതായിരിക്കും. അല്ലാണ്ട് ഇവിടെ എഞ്ചിൻ മാൽഫങ്ഷൻ സ്വിച്ച് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഹെഡ് ലാമ്പിൻ്റെ അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വാർണിങ്സ് ഒക്കെ തന്നെ നമുക്കിത് ആ ഒരു പോർഷനിൽ കാണിച്ചു തരുന്നതായിരിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി, അതേപോലെ തന്നെ ട്രിപ്പ് 1 ആൻഡ് ട്രിപ്പ് 2 ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ക്ലോക്ക്, ബ്ലൂടൂത്ത് ഫംഗ്ഷൻ, അത്തരം കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓഡോമീറ്റർ മേളിലുണ്ട്, ക്ലോക്ക് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇപ്പം ന്യൂട്രൽ കിടക്കുന്നത് ഫസ്റ്റിലായി. സോ അതും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. സോ വളരെ കോമ്പാക്റ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ കൂടിയും ഫംഗ്ഷനലി അത് നല്ല ഒരു ജോലി തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് ആയിട്ട് വരുന്നത്. ഇതല്ല ഇതിൻ്റെ ആക്ച്വൽ ഫ്യൂൽ ടാങ്ക്. ആക്ച്വൽ ഫ്യൂൽ ടാങ്ക് വരുന്നത് ഈ ഒരു മിഡ് പോർഷനിലേക്കാണ്. ഇവിടെ എന്താണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫ്യൂൽ ടാങ്കിലേക്കുള്ള ഓപ്പണിങ്സ് ആണ്. നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്യാപ്പ് കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ പെട്രോൾ ഫില്ലിംഗ് ക്യാപ്പാണ്, ഒന്ന് നമ്മുടെ CNG ഫില്ലിംഗ് ക്യാപ്പാണ്. പെട്രോൾ ടാങ്ക് ഇതിൽ 2 ലിറ്ററിൻ്റെ ആണ് വരുന്നത്. അതായത് റിസർവായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ പെട്രോൾ യൂസ് ചെയ്യേണ്ടത്. മേജർലി ഈ ഒരു വാഹനം CNGയിലാണ് ഓടാൻ പോകുന്നത്. ആ ഒരു CNGയുടെ ടാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിൻ അടിയിലാണ് വന്നിരിക്കുന്നത്.
2 kg ഒരു ഫ്യൂൽ ടാങ്കാണ്, CNG ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 16 കിലോയോളം ഈ ഒരു ഫ്യൂൽ ടാങ്കിന് മാത്രം തന്നെ കപ്പാസിറ്റി വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ടാങ്ക് ഈ ഒരു ഫ്രെയിമിനകത്ത് വരുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിം വരുന്ന ബൈക്ക് കൂടിയാണിത്. സോ ഈ ടാങ്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഫ്രെയിമിനകത്താണ്. ഫ്രെയിം ഈ ടാങ്കിനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന പോലെയാണ് വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് എ ക്രാഷ് ആൻഡ് ആക്സിഡൻറ്റ് ഫ്യൂൽ ടാങ്കിന് യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിക്കില്ല എന്നാണ് ബജാജ് ഉറപ്പ് പറയുന്നത്. മാത്രമല്ല അവർ ഏകദേശം 11ഓളം സേഫ്റ്റി ടെസ്റ്റുകൾ ഈ ഒരു വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ട്രക്ക് ഇതിൻ്റെ മുകളിലൂടെ ഓടിച്ച് കയറ്റിയുള്ള ടെസ്റ്റ് വരെ. അപ്പോൾ അതിലൊന്നും തന്നെ ഈ ഒരു ടാങ്കിനോ ഇതിൻ്റെ ഫ്യൂലിംഗ് സിസ്റ്റത്തിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ലെന്ന് ബജാജ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു സേഫ് ആയിട്ടുള്ള CNG മോട്ടോർ സൈക്കിളാണെന്നുള്ളത്. ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റീൽ ടെല്ലിസ് ഫ്രെയിമാണ്. ഓവറോൾ വാഹനത്തിന് 147 കിലോഗ്രാമോളാണ് ഭാരം വരുന്നത്. അതൊരു വലിയ ഭാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെയുള്ളൊരു ഫ്ലെക്സ് ഫ്യൂൽ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ മൾട്ടിപ്പിൾ ഫ്യൂൽ ഓപ്ഷൻസും ഇതിൻ്റെ ബാക്കി ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് അതിനെ വലിയൊരു വെയിറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. വളരെ ഒരു കൺട്രോൾഡ് എന്തെങ്കിലും പവർ ടു വെയിറ്റ് റേഷ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ ബജാജിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി സീറ്റ് നമുക്ക് തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിലും വലിയൊരു പ്രത്യേകത ഈ ഒരു വാഹനത്തിലുണ്ട്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മോട്ടോർ സൈക്കിൾസിൽ വെച്ച് വൺ ഓഫ് ദ ലാർജസ്റ്റ് സീറ്റ് വരുന്ന ഒരു വാഹനമാണിത്. ഏകദേശം 785 mm ആണ് ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4-5 പേരൊക്കെയാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ യാതൊരു വിധത്തിലുള്ള കംഫർട്ടും സാക്രിഫൈസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ലഗേജ് ക്യാരി ചെയ്യുന്നവർക്കും ഈ ഒരു വാഹനം വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ സൈഡിൽ ഇൻബിൽറ്റ് ലഗേജ് ഹുക്സ് വന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് ബാക്കിൽ ഈസി ആയിട്ട് കെട്ടി വെക്കാനും സാധിക്കും. അങ്ങനെ ഒരു ഗുണം കൂടെ ഇതിലുണ്ട്. സൈഡിൽ നമുക്ക് ആ ഒരു NG04 ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതാണ്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളേർഡായിട്ടുള്ള റിയർ പാസഞ്ചർ ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ടേണിംഗ് ടിക്കറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ നിൽക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ബൈക്സ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ലൈറ്റ് എന്ന് പറയാം. ഒരു ക്ലിയർ ലൈൻസ് LED ലാമ്പാണ്, വളരെ ബ്രൈറ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല പ്രീമിയം ആയിട്ട് തന്നെ ഇത് ഫീൽ ചെയ്യാം. അതിൻ്റെ ബാക്കിലായിട്ട് ടെയിൽ ഷം വരുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്. താഴെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ മാൻഡേറ്ററി ആയിട്ടുള്ള സാരി ഗാർഡ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണാം. ബാക്കിൽ 130 mm ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലിങ്ക്ഡ് സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിൽ വന്നിട്ടുള്ളതാണ്. അതും ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് കാര്യമാണ്. ഇതുപോലുള്ളൊരു കമ്മ്യൂട്ടർ ബൈക്കിൽ ഒരു ലിങ്ക്ഡ് മോണോഷോക്ക് സസ്പെൻഷൻ വരിക എന്നുള്ളത് ഈ ഒരു ബാക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിങ്ങാമുമായിട്ട് ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് വന്നിരുന്നത്. നമ്മുടെ CBR 250R പോലെയുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ ഹിമാലയൻ പോലെയുള്ള ബൈക്കുകളിൽ വരുന്ന ഒരു ഫീച്ചറാണിത്. അതായത് അത്തരം പ്രീമിയം ബൈക്കുകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ ടെക്നോളജി കാണുന്നത്. അത് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംഫർട്ടും ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാവാനാണ് സാധ്യത. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ബജാജിൻ്റെയും ഫ്രീഡം എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. ബോഡി കളറിൽ നമുക്ക് ഇവിടെ വിനൈൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സിൽവർ കളർ ടാങ്ക് കൗളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 825 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. എന്നാൽ നമുക്ക് റൈഡർക്ക് ഈസി ആയിട്ട് തന്നെ കാല് കുത്താൻ സാധിക്കും. കാരണം ഈ ഒരു ഏരിയ വരുന്നത് വളരെ നാരോ ഡൗൺ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാല് തറ കുത്താൻ സാധിക്കുന്നതാണ്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, കിക്കർ വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ വരുന്നത്? വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഇപ്പം ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 125 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലേഔട്ടിലാണ് എഞ്ചിൻ വരുന്നത്. അതേപോലെ തന്നെ ഇതൊരു സ്ക്വയർഡ് എഞ്ചിൻ കൂടിയാണ്. സോ അതിൻ്റെ ബോറും സ്ട്രോക്കും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. മാക്സിമം 9.5 PS പവർ 8500 RPM 9.7 Nm ടോർക്ക് 6000 RPM പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണിത്. ഇതൊരു ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിനാണ്. അതായത് പെട്രോളിലും CNGയിലും ഒരു വിഷയവും ഇല്ലാണ്ട് ഈ ഒരു എഞ്ചിന് ഓടാൻ സാധിക്കുന്നതാണ്. 5 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ടർ എന്നുണ്ടെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ടറാണ് വന്നിരിക്കുന്നത്. പഴയ ഒരു ഗിയർ മെഷ് ടൈപ്പ് അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു എഞ്ചിനുണ്ട്. മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ ഏകദേശം 65 km/ലിറ്ററാണ് മൈലേജ് തരുന്നത്. അതല്ല CNGയിലാണ് നമ്മൾ ഓടുന്നതെന്നുണ്ടെങ്കിൽ 102 km ഫ്യൂൽ എഫിഷ്യൻസിയും ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് ഏകദേശം 338 കിലോമീറ്ററിൻ്റെ റേഞ്ചാണ് രണ്ട് ഫ്യൂലിലും കൂടെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി എഞ്ചിനാണ്. നല്ല സ്മൂത്താണ്. ഇത് ഓണാക്കി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലായി നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. കാരണം ഇതിൽ കൗണ്ടർ ബാലൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് റിഫൈൻമെൻറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള നല്ല റബ്ബർ പാഡിങ് തന്നിരിക്കുന്ന ഫുഡ് പെക്ക്, അതുപോലെ ബ്രേക്ക് പെഡൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ബൈക്കിനെ പറ്റി നിങ്ങളോട് ഇനീഷ്യലി പറയാനുള്ളത്. ഒരു ജസ്റ്റ് ഇനീഷ്യൽ വാക്ക് റൗണ്ട് വീഡിയോ മാത്രമാണ്. എന്താണ് നിങ്ങൾക്ക് ബൈക്കിനെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95,000 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്, അപ് ടു 1,10,000 റുപ്പീസ് എറ്റ് ഷോറൂം. സോ 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്നത് ടോപ്പ് ട്രിമാണ്, അതായത് നമുക്ക് ഡിസ്ക് വിത്ത് LED ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ഡ്രം വിത്ത് LED ലൈറ്റ്, അതേപോലെ തന്നെ ഡ്രം വേരിയൻറ്റ്. ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ബജാജ് ഫ്രീഡം 125 അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല റീസണബിൾ പ്രൈസിങ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ നോർമൽ കമ്പ്യൂട്ടർ ബൈക്സ്, ഈ ഒരു 125cc കമ്പ്യൂട്ടർ ബൈക്സിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 95,000 റുപ്പീസിനടുത്ത് വരും. അതിനേക്കാളും വെറും 5,000 രൂപ കൂടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് CNGയിൽ ഓടുന്ന കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ക്ലീനർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു വാഹനമാണ് കിട്ടുന്നത്. മാത്രമല്ല CNGയിൽ ഉള്ള വാഹനങ്ങൾക്ക് നമ്മുടെ നോർമൽ പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്നതൊക്കെ റണ്ണിങ് കോസ്റ്റും വളരെ കുറവാണ്. ഓൾമോസ്റ്റ് 50% ലെസ് റണ്ണിങ് കോസ്റ്റിൽ ഓടാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് CNG മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ നല്ല എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ഐറ്റംസ് കൂടിയാണ്. ഇത് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മറ്റ് ഹാംഫുൾ ഗ്യാസസിൻ്റെ ഒക്കെ തന്നെ അളവ് പെട്രോൾ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ വളരെ കുറവാണ്. അതും CNGയുടെ വലിയൊരു പ്രത്യേകതയാണ്. സോ ആളുകളുടെ പേടിയാവും CNG എടുക്കുന്നത് അത്ര കൺവീനിയൻ്റ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ആണോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം ഇപ്പോൾ ഇത് ഓരോ ഫേസ് അനുസരിച്ചാണ് ബജാജ് വാഹനം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും വരുന്നത്. പിന്നീട് അത് പയ്യെ നമ്മുടെ നാട്ടിലേക്കും വരും. അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള CNG ഇൻഫ്രാസ്ട്രക്ചറും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആവും, ആ നെറ്റ്വർക്ക് കുറേ കൂടെ സ്ട്രോങ് ആവും. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനായിട്ട് വാഹനം നോക്കുന്ന ഒരാൾ, അതായത് ഒരു സാധാരണക്കാരൻ, വളരെ കുറഞ്ഞ റണ്ണിങ് കോസ്റ്റിലാണ് നിങ്ങൾക്ക് വാഹനം വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് മൈലേജ് വേണം, മെയിൻ്റെനൻസ് കുറവായിരിക്കണം, അതുപോലെ നല്ല ലുക്ക് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തെ പറ്റി പറയാനായിട്ട്. കാരണം ഇത് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. ഓടിച്ചെങ്കിൽ മാത്രമേ ഇത് എങ്ങനെ ഉണ്ട് ഓടിക്കാൻ എന്നുള്ളതും നമ്മുടെ റിയൽ വേൾഡിൽ ഇത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ബട്ട് ഇതുവരെ എനിക്ക് കിട്ടിയ വിവരങ്ങളും ഇത് നേരിട്ട് കണ്ടതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ദിസ് ഈസ് എ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ക്വാളിറ്റി വൈസ് ഇറ്റ്സ് എ റിയലി ഗുഡ് മോട്ടോർ സൈക്കിൾ ഫ്രം ബജാജ്. നമ്മൾ ബജാജ് കമ്പ്യൂട്ടർ ബൈക്സുകളിൽ ഇതുവരെ കണ്ടതിൽ നിന്നും ഒരു ഹ്യൂജ് ജമ്പാണ് ക്വാളിറ്റിയിലും ഡിസൈൻ വൈസും ബജാജ് ഈ ഒരു വാഹനത്തിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നതും നല്ല ഒരു പ്രോമിസിങ് ടെക്നോളജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത് ഓടിച്ചാൽ മാത്രം നമുക്ക് കൂടുതൽ മനസ്സിലാവും. എങ്കിലും ഇതിൽ കിട്ടിയിരിക്കുന്ന വിവരം വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള എൻ്റെ ഒരു ഇനിഷ്യൽ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയ കമ്പ്യൂട്ടർ ബൈക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ ഒരു വാഹനം ഷോറൂംസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പോയൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഫീൽ ചെയ്യുന്നുള്ളത് ഒന്ന് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ദിസ് ഈസ് മിനി ജിൻ സൈനിങ് ഔട്ട്.